നമസ്കാരം, ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകൾക്കിടയിലുള്ള ഒരു പട്ടണമാണല്ലോ രാജാക്കാട്. രാജാക്കാടിന് തൊട്ടടുത്തുള്ള പ്ലെയിൻ പാറ വ്യൂ പോയിൻ്റ് തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ലേ സെറീന റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. ഈ റിസോർട്ടാണ് ഞാനിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാം. റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാൽക്കണിയോട് കൂടിയ 4 ഇൻഡിപെൻഡൻറ്റ് കോട്ടേഴ്സ് നമുക്ക് കാണാം. അതുപോലെ താഴെയും അതുപോലെ 4 ഇൻഡിപെൻഡൻസ് കോട്ടേഴ്സ് ഉണ്ട്. അതിൽ ഈ കാണുന്ന കോട്ടേഴ്സിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ. ഈ റിസപ്ഷനുമായിട്ട് ചേർന്ന് 3 പൂൾ വ്യൂ റൂംസ് ഉണ്ട്. അതിൽ ഈ കാണുന്ന 2 റൂംസിലും ക്ലയൻസ് ഉണ്ട്. നമുക്ക് നേരെ 3ാമത്തെ റൂമിലേക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നാണ് നമുക്ക് പൂള് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബാൽക്കണിയിൽ ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചായയൊക്കെ ഇവിടെ നിന്ന് കുടിക്കാം. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇടുക്കിയുടെ സൗന്ദര്യം നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഇതാ അവിടെയായിട്ടാണ് പൂള് വരുന്നത്. പിന്നെ അവിടെ ഒരു 4 കോട്ടേജസ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഇനി നമുക്ക് ബാക്കി റൂമുകളൊക്കെ കാണാം. ആദ്യം റെസ്റ്റോറൻറ്റിൽ പോട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇവിടെ ബിനു ബ്രോ കൊണ്ടാക്കിയിട്ട് പോയതാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ വീട്ടിൽ കണ്ടല്ലോ കേരള ട്രിപ്പിൻ്റെ. അപ്പോൾ ഇനി ഉല്ലാസണ്ണനെ പോയി വിളിക്കണം. ഉല്ലാസണ്ണ എങ്ങോട്ട് പോണ്? ഞാൻ പ്ലെയിൻ പാറ വ്യൂ പോയിന്റ് ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ട് പോരെ? പക്ഷെ പെട്ടെന്ന് വരാം. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. മെയിനായിട്ട് ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രാജാക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാറുള്ളതുപോലെ തണുപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ല. മൂന്നാറുള്ളതുപോലെ തന്നെ തണുപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ആ വിഷ്വൽസ് കാണിച്ചു തരാം. നല്ല കോടയും ഒക്കെ അവിടെ ഉള്ളവർ, അവിടെ നമ്മൾ സിസ് കൗണ്ടി റിസോർട്ടിലൊക്കെ നിന്നപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുപോലെ തണുപ്പും ഉണ്ട്. റൂമിൽ AC ഉണ്ടെങ്കിലും നമുക്ക് ആ AC ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തണുപ്പ് രാത്രി ഇവിടെ ഉണ്ട്. ഫാൻ വേണമെന്നുള്ളവർക്ക് ഫാൻ ഉപയോഗിക്കാം. അങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. മെയിനായിട്ടും മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന മധുര ഒക്കെ പോകുന്ന ആളുകൾക്കാണ് ഈ ഒരു റിസോർട്ട് താമസിക്കാൻ ഏറ്റവും ഉചിതം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്നും ഒരു 30 കിലോമീറ്ററിന് അകത്തോട്ടാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി ഡാം, പൊന്മുടി തൂക്കുപാലം ഇതൊക്കെ കാണാം. പിന്നെ പൊന്മുടി എക്കോ പോയിൻ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനടുത്തുണ്ട്. അപ്പം മൂന്നാറിലെ കാഴ്ചകളെല്ലാം കണ്ട്, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണെങ്കിൽ മൂന്നാർ വന്നിട്ട് മൂന്നാറിലെ കാഴ്ചകളെല്ലാം കണ്ട് എനിക്കിപ്പോൾ മധുരയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പൊന്മുടിയുടെ കാഴ്ചകളും പൊന്മുടി ഡാമും എല്ലാം കണ്ട് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ നിന്ന് നേരെ മധുരയ്ക്ക് പോകാവുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഈ റിസോർട്ടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഏകദേശം 10 ഏക്കറിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ റൂമുകൾ മാത്രമല്ല നിൽക്കുന്നത്, അങ്ങോട്ടും കാണുന്നതെല്ലാം ഈ റിസോർട്ടിൻ്റെ ഭാഗങ്ങൾ ആണ്. അവിടെയൊക്കെ ഏലത്തോട്ടവും അതുപോലെ തന്നെ എന്തൊക്കെയോ മരങ്ങളും ഒക്കെ വച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. രാവിലെ കോടയൊക്കെ കയറി കിടക്കാൻ കാണാൻ നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. അപ്പോൾ ആ റൂമിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ ഇങ്ങനെ താഴേക്ക് നടക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അതിമനോഹരമായ ഒരു വ്യൂ. താഴെയാണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത്. പിന്നെ
ഇവിടെയാണ് കിച്ചൺ. നമ്മുടെ കാറൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ താഴെ അറ്റം വരെ വരും. അപ്പം ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന കോട്ടേജുകൾ പൂർത്തിയാകുമ്പോഴത്തേക്ക് കാറ് വേണമെങ്കിൽ ഏകദേശം അതുവരെ വരും, അവിടെ വന്ന് ഇറങ്ങാം. അപ്പോൾ നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന ഒരു വ്യൂ ആണ്. ഈ റിസോർട്ടിലെ ചിൽഡ്രൻസ് പാർക്കാണിത്. ഇതിന് തൊട്ട് താഴെയാണ് ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ പൂള്. അപ്പോൾ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് പൂള്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പൂളാണ് ഇവിടെ. ഇതാണ് ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇതിനകത്ത് പോയി നോക്കാം. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ക്യാപ്റ്റൻ അജയ്. അജയ്, എത്ര സീറ്റിംഗ് കപ്പാസിറ്റിയാണുള്ളത്? ഇപ്പോൾ 35, ഇപ്പോൾ 27 ആണ് ഇപ്പോൾ അവൈലബിൾ. ഇനി ഒരു 5-8 ടേബിൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. മാക്സിമം ടോട്ടൽ 35 വരുന്നുണ്ട്. 35 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അത് മാത്രമല്ല ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് കണ്ടതുപോലുള്ള ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നും കിട്ടുന്നത്. വിശന്ന് വയ്യ, ഉല്ലാസപുറയെ കാണാനുമില്ല. അതാ വന്നിരിക്കുകയല്ലേ. എപ്പോൾ എത്തി തന്നെ? ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ്. അതൊരു കുറച്ച് ഒരു പാറയുണ്ട്, അതിൻ്റെ മേളിൽ ഇരുന്നാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്ന വ്യൂ. നമുക്ക് നാളെ രാവിലെ മക്കളെ നടന്നു പോയാൽ നല്ലതാണ്. നടക്കണോ അല്ലേ? കുറച്ച് നടക്കാനുണ്ട്. നല്ല തണുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാർ പോലെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ രാജാക്കാട്ട് ഈ ഒരു റിസോർട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗവും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസ് മാനേജറും അക്കൗണ്ട് മാനേജറല്ലേ, ജസ്റ്റിനാണ് എൻ്റെ കൂടെ ഉള്ളത്. ജസ്റ്റിൻ, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ഷുവർ. അതായത് ഇവിടെ എത്ര റൂമാണുള്ളത്? നമുക്കിവിടെ ഇപ്പം അറ്റ് കറണ്ട് 11 കോട്ടേജസ് ആണ് ഉള്ളത്. അതിൽ 3 കാറ്റഗറീസ് ഉണ്ട്. ആദ്യത്തെന്ന് പറഞ്ഞാൽ പൂൾ വ്യൂ കാറ്റഗറിയാണ്. ആക്ച്വലി ഈ സൈഡ്, റിസപ്ഷൻ്റെ ഈ സൈഡിലോട്ടുള്ള ചേർന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂള്, കിഡ്സ് ഏരിയ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബേസ് കാറ്റഗറിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മേളിലത്തെ ഈ 4 കോട്ടേജസ് കാണുന്നത് ഇത് മൊത്തം വാലി വ്യൂ ഉള്ള റൂംസാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 സൈഡിലുള്ളത് ഇത് കാഡമം വ്യൂ ഉള്ള ഏരിയാസാണ്. ഈ 11 കാറ്റഗറി റൂംസാണ് നമുക്കിവിടെ അറ്റ് പ്രസൻറ്റ് ഉള്ളത്. ജസ്റ്റ് ഇവിടെ സൈക്കിൾ ഇരിക്കുന്നത് ക്ലയൻസിന് ഉപയോഗിക്കാനുള്ളതല്ലേ? അതെ. ഇതൊക്കെ ഗസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയും, ഇത് മാത്രമല്ല നമുക്ക് ഈ റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഗസ്റ്റിന് വേണ്ടി ക്യാരംസ്, ചെസ് ബോർഡ്, അങ്ങനത്തെ ഫെസിലിറ്റീസ് മേളിൽ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പം ഇൻ കേസ് അവർക്ക് റൂമിലാണ് കളിക്കാൻ താല്പര്യമെങ്കിൽ അത് നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ. ഇവിടെ എത്ര സ്റ്റാഫുണ്ട് മൊത്തം? ഇപ്പം നിലവിൽ 10-12 ആണ് മാക്സിമം ഉള്ളത് എല്ലാം കൂടി. ഇവിടെ നമുക്ക് ഒരു 800-850 മീറ്റർ ഒരു പ്ലെയിൻ പാറ വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ട്രെക്കിംഗ് പോലത്തെ ഒരു സ്ഥലമാണ്. ഈ സൺറൈസ്, സൺസെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനുള്ളൊരു സ്പോട്ടാണ്. വാട്ടർഫോൾ ഈ ഭാഗത്തിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തുംകുൾ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ എത്ര കിലോമീറ്റർ വരും? ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ്സിനുള്ളിൽ ചെല്ലാനുള്ളൂ. അതെ. താങ്ക് യു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഓക്കെ.
ഇനി അടുത്തത് ലഞ്ച് ടൈമാണ്. അണ്ണാ ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴേ നമുക്ക് ചിക്കൻ കറിയും ചോറുമാണ് തന്നത്. അപ്പോൾ അതുപോലത്തെ ചിക്കൻ കറി തന്നെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് നല്ലത്. വേണം കഷ്ണം കുറച്ചിട്ട് നല്ല മാത്രം മതി. ചാറ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ കുക്കിൻ്റെ കൈപുണ്യം അത്ര ഇതാണല്ലേ. അതെ അതെ. വേണ്ട നല്ല കടുവറുത്തൊക്കെ ഇട്ട അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഗെയ്സ് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞാൻ തുടങ്ങി കഴിഞ്ഞു. ഇത് ഒരുപാട് ചോറുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാണല്ലോ. അതെല്ലാം നമ്മൾ കഴിച്ചു തീർത്തു. ചിക്കൻ തീർന്നു, സാമ്പാർ തരിപ്പുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കൂട്ടുകറി ഒക്കെ സൂപ്പറായിരുന്നു. ഉല്ലാസാണ് ഇപ്പോഴും ആ തൈരും സാമ്പാറിൻ്റെ ഒരു സ്വാദല്ലേ. ചിക്കൻ ഉള്ളതുകൊണ്ട് എന്തായാലും അത് വേണ്ടെന്നാണ് വിചാരിച്ചത്. തൈരും സാമ്പാറും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ. അവിടുത്തെ ഷെഫിൻ്റെ കുക്ക് പ്രിപ്പറേഷനൊക്കെ സൂപ്പറാണ്. എന്തായാലും ലേസറിൻ റിസോർട്ട് ആൻഡ് സ്പായിലെ ഷെഫിനെ കൊണ്ട് നമ്മൾ ഈ പാചകപ്പുരയിൽ ഒരു വീഡിയോ ചെയ്യിക്കുന്നതായിരിക്കും കേട്ടോ. ചെയ്യണ്ടേ? പിന്നെ അത്രയ്ക്ക് ടേസ്റ്റാണ് പുള്ളി ഉണ്ടാക്കിയ ഈ വിഭവങ്ങളെല്ലാം. രാവിലത്തെ ഇതായിരുന്നാലും രാത്രിയിലത്തെ ആയിരുന്നാലും ഉച്ചക്കത്തെ ആയിരുന്നാലും ഒക്കെ സൂപ്പർ ആയിരുന്നു. പുറത്ത് കിട്ടില്ല മഴ കേട്ടാ. ഞങ്ങൾ ഊണും കഴിച്ച് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇതാ കിട്ടില്ല മഴ. രാത്രി നന്നായി ഇരുട്ടി കേട്ടാ. മണി 8 പോകുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ മാനേജറെ കാണാൻ സാധിച്ചില്ല ഇവിടെ. അദ്ദേഹത്തിനൊന്ന് കാണുന്നു. ഇവിടെ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മുകളിൽ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ഒന്ന് മുകളിൽ നമ്മുടെ കോൺഫറൻസ് ഹാളിലും കൂടെ ഒന്ന് പോയി നോക്കാം അവിടെ എന്താണ് സംഭവം എന്നുള്ളത്. കേസ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ റിസോർട്ടിൻ്റെ മാനേജർ ജെയിംസ് സാർ ഇതാ ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. ഹായ്, ഹലോ ദേർ. സാറേ ഇതിൻ്റെ താരിഫും കാര്യങ്ങളും എങ്ങനെയാണ്? ആക്ച്വലി 1 ലക്ഷം രൂപ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു 5,000 6,000 ആ റേഞ്ചിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5,500 6,500 ആണ് ഇപ്പോൾ പൊക്കോട്ടിരിക്കുന്നത്. ഓഫ് സീസൺ ആകുമ്പോഴത്തേന് ഇതിലൂടെ കുറയായിരിക്കും. ആ ഒരു രീതിയിലാണ് പൊക്കോട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന റൂമൊക്കെ എത്രയാണ് വരുന്നത്? ഇറ്റ്സ് കോൾഡ് 6,500 ആക്ച്വലി. ഇൻഡിവിജ്വൽ വില്ല ആയതുകൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബെഡ്റൂം വിത്ത് ലിവിങ് ഏരിയ, ഒരു ബാത്റൂം ആണെങ്കിൽ സ്പേഷ്യസ് ആണ്. അത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്, ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട്. പിന്നെ ബാൽക്കണി എന്ന് പറയുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈവനിങ് സൺസെറ്റ് ലൈവായിട്ട് കാണാൻ പറ്റും. അത്ര ഇത് ഒരു ലൊക്കാലിറ്റിയിലാണ്. ഇറ്റ്സ് കോൾഡ് കാർഡമം, സെറൈൻ കാർഡമം വ്യൂ വില്ല എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അത് 6,500 റേഞ്ചിലാണ് പോകുന്നത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ പൂൾ വ്യൂ വില്ലയൊക്കെ ആണെങ്കിൽ വില്ല അല്ല, റൂംസ് എന്ന് പറഞ്ഞാൽ പൂൾ വ്യൂ റൂംസ് ആണെങ്കിൽ 5,500 ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അത്യാവശ്യം വാല്യൂ വ്യൂ ഉണ്ട്. സാർ കണ്ടല്ലോ, അതിനകത്ത് അത്യാവശ്യം ബാൽക്കണി ഉണ്ട്, പ്രൈവസി ഉണ്ട്, എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് വൺ. അതിനകത്ത് ഒരു ലിവിങ് ഏരിയ പാർട്ടീഷൻ മാത്രമേ ഇല്ല എന്നുള്ളൂ. പിന്നെ എല്ലാ ഫെസിലിറ്റിയും സെയിം തന്നെ ഉണ്ട്. പക്ഷേ റൂം നിയർ ബൈ ഉണ്ട്. ആ പ്രൈവസിയിൽ ഇച്ചിരി കൺജസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് മാത്രം ഞങ്ങളത് ഒരു 1,000 രൂപീസ് ലെസ് ആയിട്ട് വിൽക്കുന്നത്. ഇതെല്ലാം ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് CP ബേസിസ് എന്ന് പറയും. കോണ്ടിനെന്റൽ പ്ലാൻ ഓൾ ഇൻക്ലൂസീവ്. അപ്പോൾ ഒരു റൂമിൽ എത്ര പേർക്കൊക്കെ അക്കോമഡേഷൻ? ഞങ്ങൾ 4 പേരെയാണ് മാക്സിമം. പിന്നെ ചിലർക്ക് പറയാം, ഈ ചില അറബ് ഗസ്റ്റൊക്കെ വരുന്ന 4 കുട്ടികളൊക്കെ കാണും. അതിനുവേണ്ടിയും സ്പെഷ്യലായിട്ട് ഞങ്ങൾ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ 2 കോട്ട് വരെ ഞങ്ങൾ കൊടുക്കുന്ന എക്സ്ട്രാ മാട്രസ് അല്ല, വിത്ത് കോട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഈ കൊച്ചു കുട്ടികളാണെങ്കിൽ ഞങ്ങൾ മാട്രസേ കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ കട്ടിൽ നിന്നൊക്കെ താഴെ വീഴുമോ എന്നുള്ള ഒരു ഭയം കാണുമല്ലോ. അപ്പം ഇതിൽ അറബ് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും അവർക്ക് കൂടുതൽ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ആ സ്പേഷ്യസ് റൂമാണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ വില്ലയാണ്. അതിനകത്ത് ഒരു 3 എക്സ്ട്രാ കോട്ട് വരെ ഇടാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ബാക്കി നൈറ്റിലുള്ള ആക്ടിവിറ്റീസ്? ഇവിടെ DJ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുകളിൽ ഇങ്ങനെ DJ കണ്ടു. അപ്പം അതാരാണ് പ്രത്യേകിച്ച് വേണ്ടി? എനിക്ക് മോച്ചായ അതുമായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു സാർ തന്നെയാണോ? യെസ്, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ 27 വർഷമായി. ഞാൻ DJ അല്ലേ? അല്ല, ഈ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഞാൻ 27 വർഷമായി.
അതിൽ ഞാൻ പൂവാറ് തൊട്ട് ഇങ്ങോട്ട് നോർത്ത് കേരള ഒഴിച്ച് പൂവാറ്, ആലപ്പി, കുമരകം, കോവളം, തേക്കടി, മൂന്നാർ, കൊച്ചി ഇതെല്ലാം ഞാൻ കവർ ചെയ്ത് വന്നു. അപ്പൊ അതിന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പൊ സാറ് തന്നെയാണല്ലോ DJ മോള് യെസ് ഞാനിവിടെ ചോദിച്ചാൽ പറഞ്ഞ് ജെയിംസ് ബോണ്ട് ആണ് മോളിൽ DJ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞത് കേരളത്തിലെ ജെയിംസ് ബോണ്ട് ആണ് 007. ഇപ്പൊ ബോണ്ട് 007 മാറ്റി വെച്ചിരിക്കുന്നു. യു ക്യാൻ കോൾ മീ ജെയിംസ് എന്ന് പറയും. കോള് വരുമ്പോ പറയാറുള്ളത്. അത് മാത്രമല്ല ഞാനൊരു 7 വർഷമായിട്ട് ന്യൂ ഇയർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ്. അതിന്റെ കൂട്ടത്തിലെ കുറച്ച് ഗെയിംസും ഇവന്റ്സും ഞാൻ വലിയ ഇതൊന്നുമല്ല, പിന്നെ അല്പം മാജിക് ഷോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അത് മാത്രം നമ്മുടെ ടീമിനെ വെച്ച് തന്നെയാണ് ഞാൻ സെലക്റ്റീവായിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. ഹോസ്പിറ്റാലിറ്റി അനുസരിച്ച് നിങ്ങൾ തല്ലിയാലും താങ്ക് യു എന്ന് പറയുന്ന അത്ര കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനകത്ത് ഷെഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. 25 ഇയേഴ്സ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. യുണീക് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കാര്യം ഷിമ്മി ചിക്കൻ ഐ ചാലഞ്ച് നോബഡി ക്യാൻ മേക്ക് ഇറ്റ്. കാരണം ഈ വേൾഡിലില്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത്ര സ്പെഷ്യൽ സാധനങ്ങൾ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിക്കുന്ന ഗസ്റ്റ് ആ നാവിലെ രുചി വെച്ചിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കണം. എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ചിക്കൻ കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡിഫറെന്റ് വെറൈറ്റി. ഇനി ഇതിന്റെ ചിക്കൻ കറിയുടെ തന്നെ പുള്ളിക്ക് ഒരു 150 വെറൈറ്റി നാടൻ സ്റ്റൈലിൽ തന്നെ അടിക്കാൻ അറിയാം. ഇനി പൊതുവേ മലയാളികൾ ചോദിക്കുന്ന സാധനമാണ് ഷാപ്പിലെ സാധനങ്ങൾ കിട്ടുമോ, ഇച്ചിരി എരി കുറച്ച് വേണമെന്ന് മാത്രം പറയാറുണ്ട്. അത് വരെ പാട്ടൊക്കെ പൊട്ടുന്ന രീതിയിൽ പുള്ളി അടിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഐ എം ഗെറ്റിംഗ് എ ഗുഡ് റിവ്യൂ. ഇവിടുത്തെ ചുറ്റുവട്ടത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ക്യാമ്പ് ഫെയർ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കിലുള്ള ആക്ടിവിറ്റി നമ്മൾ അതിൻ്റെ ആളിനെ തന്നെ ഗൈഡ് ചെയ്ത് വിടുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈവനിങ് ബോൺ ഫെയർ വിത്ത് മ്യൂസിക്. ഇനി ഞാൻ പറഞ്ഞ പോലെ DJ നമ്മുടെ കുഞ്ഞ് DJ കുഞ്ഞല്ല, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. അതിൽ ഞാൻ ഇപ്പൊ കളക്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ഇറ്റാലിയൻ, ഫ്രഞ്ച്, നോർത്ത് ഇന്ത്യൻ മിക്കവാറുള്ള ഗുജറാത്തി, തെലുങ്കു, കർണാടക, ബംഗാളി എല്ലാ സോങ്സിന്റെ ഒരു ഏകദേശം ഒരു 3800 സോങ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ന്യൂ വരുന്നതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികൾക്കാണെങ്കിലും ഏത് ഭാഷക്കാർക്കാണെങ്കിലും. ഇറ്റാലിയനൊക്കെ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയത്തില്ല, എന്താ പാടിയെന്ന് ആദ്യമേ ഒരു മാപ്പ് പറഞ്ഞു. എനിക്ക് ഭാഷ അറിയത്തില്ല, ഡൗൺലോഡ് ചെയ്തോ തെറ്റുണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നേഴ്സിന്റെ ഗ്രൂപ്പ് വന്നിരുന്നു. നേഴ്സുമാരോ അവർ എൻജോയ് ചെയ്തിട്ട് പറഞ്ഞു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിനകത്തൊരു ത്രില്ലായിട്ട് ഇങ്ങനെ ആ DJ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എല്ലാവർക്കും അത് എത്രയും മിനിമം റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ അതേ രീതിയിൽ ഇപ്പോൾ കമ്പനിയുടെ ഇതനുസരിച്ച്. പിന്നെ ന്യൂ ഇയർ ആ ടൈമിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഈ പ്രാവശ്യം കൊടുക്കുക. ഒരു 20-ാം തീയതി തൊട്ട് ഡിസംബർ പൊളിക്കാനുള്ളവരെങ്കിൽ പോന്നാൽ മതി. അപ്പോൾ ഈ DJക്ക് പ്രത്യേക ചാർജ് ഉണ്ടോ? നോർമലി നമ്മൾ ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് കണ്ടീഷൻ അങ്ങനെയാണ്, ഓപ്ഷണലാണ്. ക്യാമ്പ് ഫെയർ ഇതെല്ലാം ന്യൂ ഇയറിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേന് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാനാണ് ഈ പ്രാവശ്യം തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ഓർക്കണം, വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു വരണം, ഞങ്ങൾ സുഖമായിട്ട് എത്തിച്ചേർന്നു. ദാറ്റ്സ് അവർ ടീം. അപ്പോൾ നമ്മുടെ ഈ കോൺഫറൻസ് ഹാളിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, കോൺഫറൻസ് ഹാളാണോ? അങ്ങനെ ആക്ച്വലി ഞങ്ങളുടെ മൊത്തം ഐറ്റംസ് എത്തിയിട്ടില്ല, ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നുള്ളൂ. ഇനി വരുന്ന TT ബോർഡ്, അതുപോലെ തന്നെ ജസ്റ്റ് പൂൾ ടേബിൾ ഉണ്ട്. പിന്നെ ഈ ജിമ്മിന്റെ തന്നെ കുറെ സാധനങ്ങൾ വരാനുണ്ട്. പിന്നെ കിഡ്സിനുള്ള എല്ലാ എന്റർടൈൻമെന്റിനുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടുപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൺഫറൻസ്, ബാങ്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലിപ്പം ബാത്റൂം ഒക്കെ ഉണ്ടോ? അതിനകത്ത് റിഫ്രഷ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും വാഷ്റൂം എല്ലാം സെറ്റാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സാറിൻ്റെ ഒരു മാജിക്കും കൂടെ കണ്ടിട്ട് നമുക്ക് സിംപിളി തിങ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഇതില് ഈ ചാനൽ വഴി ആരൊക്കെ ഇതിൽ നിന്ന് എനിക്ക് റെഫറൻസ് വെച്ച് കോൾ വിളിക്കുന്നത് ഞാൻ 10% ഡിസ്കൗണ്ട് എൻ്റെ ഗ്യാരണ്ടിയാണ്. എന്നാൽ മാജിക് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന, ഞാൻ വലിയ മജീഷ്യൻ ഒന്നും അല്ല, ഇറ്റ്സ് ജസ്റ്റ് ട്രിക്ക്. ഇത് കയ്യിലുള്ള ചെറിയൊരു വിലയാട്ടോ. അതിനകത്ത് വരുന്നവർക്ക് ഒരു 5% ഞാൻ എക്സ്ട്രാ തരാം. കമന്റ് ചെയ്യണം ഇതെങ്ങനെയാ ചെയ്തതെന്ന്. മാജിക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ 5% അത് ശരി. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർമാർക്കൊക്കെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യൂ, അദ്ദേഹം ഒരു 5% ഡിസ്കൗണ്ടും കൂടെ 10% പോയിട്ട് 5% കൂടെ തരാതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്ലീസ് ഞാനത് ഇന്നൊന്ന് ഷോ ചെയ്തോട്ടെ. ഓക്കെ, ഞാനൊരു ചെറിയ മെന്റലിസമാണ് ചെയ്യാൻ പോകുന്നത്. സാറിന്റെ അടുത്താണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത് വ്യൂവേഴ്സിന് കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാനൊരു സെറ്റാണ് എത്തിക്കുന്നത്. നമുക്ക് ഇത് ഒരു കാർഡിന്റെ സെറ്റിനകത്ത് 13 കാർഡാണുള്ളത്. 13 കാർഡ്. അത് 13 കാർഡ് ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സാറിനോട് ചോദിക്കും ഏതൊക്കെ കാർഡുണ്ടെന്ന്. ആ കാർഡ് എനിക്ക് ഇതിനകത്ത് ഏതൊക്കെ എന്ന് കൺഫേം ചെയ്യുക. ഡയമണ്ട് 6 കാണുന്നുണ്ടോ? അല്ലേ? ഇനി 3 കാണുന്നുണ്ടോ? 3 ഉണ്ട്. കിങ്
ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സൂം ചെയ്തോട്ടെ, കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട് കാണണമല്ലോ. കിങ് ഉണ്ട്, കിങ് ഉണ്ട്, ക്യൂ കാണുന്നുണ്ട്, 7 കാണുന്നുണ്ട്, 7 കാണുന്നുണ്ട്, 5 കാണുന്നുണ്ട്, 4 കാണുന്നുണ്ട്, 3 കാണുന്നുണ്ട്, 8 കാണുന്നുണ്ട്, 10 കാണുന്നുണ്ട്, 9 ഉണ്ടോ? ഒരുമാതിരി ഈ 13 കാർഡിനെ ഞാൻ വെച്ചിരിക്കുകയാണ്. എൻ്റെ കൈ കാണാം, ഞാൻ ഇതൊന്ന് മാറ്റിയിടാം. ഞാൻ സാറിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഇതിനെ ഷഫിൾ ചെയ്ത്. ഇതിനകത്തുനിന്ന് ഇവിടെ അതേപോലെ കാണിച്ചോ, ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാർഡിന്റെ സെറ്റ് ഉണ്ട്. ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, ഇല്ല, ഐ എം ഹോൾഡിങ് ഇറ്റ്. അതെ. ഇതിനകത്തുനിന്ന് ഞാൻ പറയുന്ന കാർഡ് എനിക്ക് എടുത്തു തരണം. ഓ, എനിക്ക് ഡയമണ്ട് ആസ് സാർ എടുത്തു തന്നാൽ മതി. ഡയമണ്ട് ആസ് എ. അപ്പോൾ എങ്ങനെ എടുക്കണം? ഞാൻ ഹോൾഡ് ചെയ്യണോ? അങ്ങനല്ല, ഇതിനകത്തുനിന്ന് നോക്കി എനിക്ക് എടുത്തു തന്നാൽ മതി. എടുത്തോ, ഡയമണ്ട് ആസ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കണം. ഒരു മിനിറ്റ്, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഷഫിൾ ചെയ്ത് തരാം. ഡയമണ്ട് വന്നില്ലല്ലോ. ആസ് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതാണത്? അത് പ്രഷർ ചെയ്ത് കാണിക്കേ. എന്തോ പ്രഷർ കാണിച്ചോ? ഡയമണ്ട് ആസ് ആണോ അത്? ഡയമണ്ട് അല്ല. അല്ലേ? അല്ല, അത് വേറെയാണ് അല്ലേ? അതെ. ലൗസേന ചിഹ്നം മാറി. അതെ. സാറിന് ചീട്ടുകളി അറിയാൻ പറ്റണ്ട. എനിക്ക് അറിഞ്ഞൂടാ. ഇത് മാജിക്കിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നെങ്കിലും ഇത് ഇങ്ങോട്ട് തന്നെ കാണിച്ചോ. ഐ എം ടേക്കിംഗ് ഔട്ട് ഫ്രം ദിസ്. ഇതിനകത്ത് വന്നിട്ടുണ്ട് അത്. ഹിയർ ഇറ്റ് ഈസ് ഡയമണ്ട്. സാറ് കണ്ടായിരുന്നു, പ്രേക്ഷകർ കണ്ടായിരുന്നു. ഇതിൽ കമന്റിൽ ഇതിനെ റിപ്ലൈ ചെയ്യുക. അതോടെ പോയി. അത് ഇതിനകത്ത് വന്നു, അപ്പുറത്തുനിന്ന് ഇവിടെ വന്നു, അവിടെ വന്നത് വേറെയാ. അതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, മുന്നിൽ വെച്ചാണ്. അതാണ് സാറിനെ ഞാൻ അതെ. ഈ ലവ് ചിഹ്നവും ഡയമണ്ടും തമ്മിൽ നല്ല വ്യത്യാസം. പക്ഷെ കാര്യമുണ്ട് കേട്ടാ. എനിക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കാണും. കാരണം ഞാൻ ഈ വീഡിയോ എടുത്ത് അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാനും നോക്കും. ആദ്യത്തെ കമന്റ് ഇട്ട് എനിക്കും കിട്ടുമല്ലോ ഡിസ്കൗണ്ട്. ശരി ശരി ശരി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, കുക്കിംഗ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഗസ്റ്റ് ഇവിടെ വന്ന് വീട്ടിലാണെന്ന് തോന്നണം, അവർ എൻജോയ് ചെയ്തിട്ട് പോകണം. ഓ, അതാണ്. അവിടെ ചെന്നിട്ട് വിളിച്ചു പറയണം സേഫ് ലാൻഡഡ് എന്ന് പറയുന്നത്, തിരിച്ചെത്തി എന്ന് പറയുന്ന ഒരു കമന്റ് കിട്ടുന്നതും വരെ വി വിൽ ഫോളോ. സോ ലെസറിൻ ടീം. മാനേജറിൻ്റെ കൂടെ ഗുഡ് ബൈയും പറഞ്ഞ് ഡിന്നറും കഴിച്ച് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ തന്നെ നേരത്തെ എണീറ്റ് റൂമും പൂട്ടി ഞാനും ഉല്ലാസ് ബ്രോയും കൂടെ നമ്മുടെ ഷെഫിനെയും കൂടെ കൂട്ടി നേരെ പോയത് പ്ലെയിൻ പാറ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ പാറ വ്യൂ പോയിന്റ്. കണ്ടോ, പ്ലെയിനിൻ്റെ ചിറവ് പോലെ ഇരിക്കുന്ന ഒരു പാറ. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. കണ്ടോ, പ്ലെയിനിൻ്റെ ചിറവ് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഫ്രണ്ടൊക്കെ ഏകദേശം പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ കണ്ടോ അസൽ പ്ലെയിൻ തന്നെ. നമുക്ക് ഈ മൂന്നാറിൻ്റെ ഏകദേശം ഭാഗങ്ങൾ കാണാം. തന്നെയല്ല നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞ് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതാണ്. പിന്നെ ഇത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫോൾസ്, അത് നമുക്ക് പോയി കാണാം. നമ്മളിപ്പോൾ കുത്തുങ്കൽ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ലേസറിംഗ് റിസോർട്ടിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു 4 കിലോമീറ്ററിന് അകത്ത് വരുന്ന ഒരു വാട്ടർഫാളാണ് ഈ ഒരു കുത്തുങ്കൽ വാട്ടർഫാൾ.
ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലേസറിൻ റിസോർട്ട് ആൻഡ് സ്പായുടെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഇവിടെ വരാം, ധൈര്യമായിട്ട് താമസിക്കാം. നമ്മുടെ ട്രാവൽ വ്യൂസിൻ്റെ സബ്സ്ക്രൈബർമാർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുമെന്ന് ഓൾറെഡി നമ്മുടെ മാനേജർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരള ട്രിപ്പ് മൂന്നാറാണ് കേട്ടോ. നമ്മൾ വന്ന ദിവസമൊക്കെ കുറച്ച് മഴയായെങ്കിലും പിന്നീട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 സ്ഥലങ്ങൾ കണ്ട് നമുക്ക് ഒരു യാത്ര അങ്ങ് പോവാം. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു റിസോർട്ടുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.